ചിലപ്പോൾ ഈ സിറ്റ്കോം എന്നുള്ള വാക്ക് തന്നെ മലയാളികൾക്ക് അങ്ങനെ സുപരിചിതമായിട്ടുള്ളൊരു വാക്കല്ല. ഇപ്പം 3 സീരിയൽസ് ഒരുമിച്ച് ചെയ്യുന്ന സമയത്തുള്ള ഒരു ചാലഞ്ചസ് എന്തൊക്കെയാണ്? കാരണം ഇത് എല്ലാം ഡെയിലി പോകുന്ന ഒരു ഇതാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ചാലഞ്ചസ്? എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ വലുതായിട്ട് ബാധിച്ചിട്ടില്ലെന്നുള്ളതാണ്. ഞാൻ ഒരു സമയം 4 സീരിയൽ വരെ ചെയ്ത സമയമാണ്. എന്നാലും ഒരു ബ്രേക്ക് ഒക്കെ വരണം, അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് എങ്ങനെയായിരിക്കും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്നുള്ള അറിയാനുള്ള ഒരു കൗതുകം. നമുക്ക് ഒരു സമയത്ത് ഒരു പ്രോഗ്രാം ഹിറ്റാവുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇത്രയും പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോഴാണ് ഒരെണ്ണം ഒന്ന് ഹിറ്റായി കിട്ടുന്നത്. ശരിക്കും ഈ 3 വർക്കുകൾ ഒരുമിച്ച് ചെയ്യുകയാണ്. അപ്പം ഇതിൽ ഏതാണ് പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. എന്നിരുന്നാലും ചോദിക്കുകയാണ്, ഏതാണ് കൂടുതലും ഇത് ഈ പറയുന്ന പോലെ? ഇപ്പോൾ സുരഭിയും സുഹാസിനി എന്ന് പറയുന്ന ഒരു വർക്ക്, മല്ലിക സുകുമാരന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കാരണം നമ്മൾ കേട്ടിട്ടുണ്ട് പുള്ളിക്കാരിയൊക്കെ ഇന്റർവ്യൂസിലൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതുപോലെ തന്നെയാണ് ലൊക്കേഷനിൽ ഒരു പ്രസ്ഥാനമാണ്. നമസ്കാരം, ഞാൻ പാർവതി. ഇന്ന് സീരിയൽ ടുഡേയിൽ നമ്മുടെ അതിഥിയായിട്ട് എത്തുന്നത് വ്യത്യസ്തവും ലളിതവുമായ ആവിഷ്കാര രീതി കൊണ്ട് പ്രേക്ഷക പ്രിയമായ 3 പരമ്പരകളുടെ സംവിധായകനായ രാജേഷ് തലച്ചിറയാണ്. നമസ്കാരം ചേട്ടാ, വെൽക്കം ടു ദി ഷോ. നമസ്കാരം. സോ ആദ്യം തന്നെ ഇത്രയും വലിയൊരു തിരക്കിട്ട ഒരു ഷെഡ്യൂളിനിടയിൽ നിന്നാണ് നമ്മളിപ്പോൾ കണ്ടെത്തുന്നത്. ആദ്യം തന്നെ പറയാനുള്ളത്, എങ്ങനെയാണ് ചേട്ടാ ഈ ഒരുമിച്ച് ഒരു 3 സിറ്റ്കോംസ്, അതും ഈ പറയുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അതിനകത്ത് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നമ്മൾ ആർട്ടിസ്റ്റുകളുടെ സപ്പോർട്ടാണ്. കാര്യം നമ്മൾ ഇതിനകത്ത് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ടൈം അനുസരിച്ച് എല്ലാവരും എന്നോട് സഹകരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ അളിയൻസ് ആണെങ്കിലും ലേഡീസ് റൂം ആണെങ്കിലും ഇപ്പം സുരഭിയും സുഹാസിനിയും നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ച് ദിവസത്തേക്ക് ബ്രേക്ക് എടുത്തേക്കാണത്. അപ്പോൾ അതെല്ലാം എല്ലാവരും നമ്മളോട്ട് സഹകരിക്കുന്നു. ഇപ്പോൾ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും പിന്നെ കൂടുതലും ഇതിനകത്തൊക്കെ അഭിനയിക്കുന്നതെല്ലാം ഏകദേശം സെയിം ആൾക്കാർ തന്നെയാണ്. നമ്മുടെ സ്ഥിരം ആർട്ടിസ്റ്റുകൾ തന്നെയാണ് എല്ലാത്തിലും അഭിനയിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇത് കഴിഞ്ഞിട്ട് അതിലേക്ക് വരാനും ഒക്കെ പറ്റും. അതുകൊണ്ടാണ് ഈ ഡേറ്റ് ക്ലാഷ് വരാതിരിക്കാനാണോ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഏകദേശം സെയിം ആയത്? അല്ല, അത് ഈ സിറ്റ്കോം ചെയ്യുന്ന സമയത്ത് ഞാൻ കൂടുതലും ചെയ്യുന്ന സിറ്റ്കോംസ് ആണ്. അപ്പോൾ സിറ്റ്കോം ചെയ്യുന്ന സമയത്ത് സിറ്റ്കോമിന് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ശരിക്കും ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പം നമ്മൾ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടെങ്കിൽ നിറയെ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ആർട്ടിസ്റ്റുകളുണ്ടെങ്കിൽ സിറ്റ്കോം പെർഫോം ചെയ്യാൻ പറ്റുന്ന ആളുകൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ എൻ്റെ ഒരു സേഫ്റ്റി കൂടെ നോക്കി, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം പ്രേക്ഷകരിലേക്ക് എത്തുക എന്നുള്ളതാണല്ലോ. അപ്പം അതുകൊണ്ട് നമ്മുടെ ഒരു റിസ്ക് കൂടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടുതലും സ്ഥിരം ആൾക്കാരെ തന്നെ വെച്ച് അങ്ങനെ ചെയ്തു പോകുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സിറ്റ്കോം എന്നുള്ള വാക്ക് തന്നെ മലയാളികൾക്ക് അങ്ങനെ സുപരിചിതമായിട്ടുള്ളൊരു വാക്കല്ല. അപ്പോ ഇപ്പൊ ചേട്ടനാണെന്നുണ്ടെങ്കിൽ തന്നെയും 10ഓളം അല്ലാത്ത സീരിയൽസും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന പോലെ സിറ്റ്കോംസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിന്റെ രണ്ടിന്റെയും ഒരു ഡിഫറൻസ് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? സീരിയലും സിറ്റ്കോംസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിറ്റ്കോം എന്ന് പറഞ്ഞാൽ തന്നെ സിറ്റുവേഷൻ കോമഡി എന്നുള്ളത് ചുരുക്കി സിറ്റ്കോം എന്ന് പറയുന്നതാണ്. അപ്പോൾ സീരിയൽ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കി, 1 ലൈൻ തയ്യാറാക്കി, സ്ക്രിപ്റ്റ് തയ്യാറാക്കി, ലൊക്കേഷനിൽ നമ്മൾ ചാർട്ട് ചെയ്ത്, എല്ലാവരും ഒരുമിച്ചുള്ള സീനാണെങ്കിൽ പോലും, അല്ലെങ്കിൽ സീനുകൾ അടുത്ത് വരുന്നുണ്ടെങ്കിൽ പോലും ഇതെല്ലാം ചാർട്ട് ചെയ്ത് പല ദിവസങ്ങളിലായിട്ടായിരിക്കും എടുക്കുന്നത്. പിന്നെ നേരത്തെ പ്രിപ്പയർ ചെയ്ത സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ 2 ക്യാമറ വെച്ച് നമ്മളങ്ങനെ എടുക്കുക. 2 ക്യാമറ വെച്ച് ലൈവ് ഓഡിയാണ്. പിന്നെ അതുപോലെ സ്ക്രിപ്റ്റ് നേരത്തെ നമ്മൾ ഒരുപാട് മുൻപേ തയ്യാറാക്കി വെക്കില്ല. അതിൻ്റെ ഒരു 1 ലൈനും കഥയും മാത്രം റെഡിയാക്കി വെച്ചിട്ട് ലൊക്കേഷനിൽ എത്തിയതിന് ശേഷമാണ്, രാവിലെയാണ്, ഇപ്പോൾ ഇന്ന് ഷൂട്ടുള്ളതിൻ്റെ ഇന്ന് രാവിലെയാണ് അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലെത്തുന്നത്. ഓക്കെ, അപ്പം ആ ഒരു സമയത്ത് ഇപ്പം ഈ ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, നമ്മളിപ്പം ഡയലോഗ് ഇപ്പം എഴുതിയാണോ കൊടുക്കുന്നത്, അതോ അതല്ല ഇതാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട് അല്ല, ഇത് എഴുതി വരുന്നുണ്ട്, എഴുതാതെയും വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഞങ്ങൾ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എത്തും. അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്ന് അന്ന് എടുക്കുന്ന കഥയെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ സംസാരിച്ച് ചിലപ്പം കഥ ഒരു എപ്പിസോഡിൻ്റെ രൂപത്തിലേക്ക് ആക്കിയെടുക്കും. അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുമിച്ചിരുന്നിട്ടാണ് ചെയ്യുന്നത്. ആർട്ടിസ്റ്റുകളും റൈറ്റർ ഉണ്ടെങ്കിൽ റൈറ്ററും ഞാൻ ഉൾപ്പെടെ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ചിലതിൽ ഫുൾ സീൻ എഴുതി വിടും. അപ്പോൾ അതിനെ ഇംപ്രൂവൈസ് ചെയ്ത് അങ്ങനെ ചെയ്തു. ഓക്കെ, ഇപ്പം 3 സീരിയൽസ് ഒരുമിച്ച് ചെയ്യുന്ന സമയത്തുള്ള ഒരു ചാലഞ്ചസ് എന്തൊക്കെയാണ്? കാരണം ഇത് എല്ലാം ഡെയിലി പോകുന്ന ഒരു ഇതാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ചാലഞ്ചസ്? അത് ടൈമിൻ്റെ ഒരു പ്രശ്നം തന്നെ. നമുക്ക് ഒരു ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഡേറ്റിൻ്റെ പ്രശ്നം വരുമ്പോൾ മാത്രമേ കുഴപ്പമുള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ വലുതായിട്ട് ബാധിച്ചിട്ടില്ലെന്നുള്ളതാണ്. ഞാൻ ഒരു സമയം 4 സീരിയൽ വരെ
ചെയ്ത സമയമുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 വർഷത്തോളം 1.5 വർഷത്തോളം ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. 4 സീരിയൽസ് പോയി. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഡേറ്റ് ക്ലാഷോ അല്ലെങ്കിൽ കാര്യം എല്ലാവരും എൻ്റെ ഒപ്പം സഹകരിച്ച് നിന്നതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല എന്നുള്ളതാണ്. അല്ല എന്നാലും ഒരു ബ്രേക്ക് ഒക്കെ വരണം അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് എങ്ങനെയായിരിക്കും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്നുള്ള അറിയാനുള്ള ഒരു കൗതുകം. ഇല്ല, അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ ഉള്ള സമയത്തല്ലേ അതെ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എല്ലാവരും സഹകരിച്ച് നിൽക്കുക. നമുക്ക് ഒരു സമയത്ത് ഒരു പ്രോഗ്രാം ഹിറ്റാവുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. എത്രയോ പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോഴാണ് ഒരെണ്ണം ഒന്ന് ഹിറ്റായി കിട്ടുന്നത്. അല്ലെങ്കിൽ ആ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. അപ്പോൾ ആ ഇഷ്ടപ്പെട്ടതിനെ നമ്മൾ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് അതിനകത്ത് മെയിനായിട്ടുള്ളത്. ചേട്ടന്റെ സ്വദേശം കൊട്ടാരക്കരയാണ്, തലച്ചിറ എന്നാണ്. തലച്ചിറ. ഓക്കെ. ഇപ്പം ഇപ്പോ നടക്കുന്ന വർക്കുകളെല്ലാം മെയിനായിട്ടും ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരമാണ്. അപ്പോൾ ആ ഒരു ഇപ്പം സ്വന്തം നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം അല്ലെങ്കിൽ അവിടെ ലൊക്കേഷൻ നോക്കണം അങ്ങനെയൊക്കെയുള്ള പ്ലാൻസ് ഒക്കെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഞങ്ങൾ അളിയൻസ് മേല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് തൊട്ടടുത്താണ് മേല്ല എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ അന്ന് നേരത്തെ അവിടെ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഷൂട്ടിംഗ് കാണാനൊക്കെ പോയിട്ടുണ്ട് അവിടെ. കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിംഗ് മേലാണ്, എൻ്റെ വീടിന് അടുത്താണ്. ശരിക്കും ആ സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ കാണാൻ പോയപ്പോഴാണ് നമ്മളിലേക്ക് ഈ ഡയറക്ഷൻ മോഹമൊക്കെ കയറിയിട്ട് സംവിധാന മോഹമൊക്കെ കയറിയിട്ട് പിന്നെ ഞാൻ ഇതിലേക്കൊക്കെ ഇറങ്ങിയത്. അപ്പോൾ ആ സ്ഥലത്ത് ഞങ്ങൾ അളിയൻസിൻ്റെ ഒരു 2 ദിവസം, ഒരു മാസം 2 ദിവസം ഞങ്ങൾ അവിടെ വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും കൂടെ ഇവിടുന്ന് അവിടെ പോയിട്ട് ഒരു ഗെറ്റ് ടുഗദർ മോഡായിരിക്കും അല്ലേ? പോയിട്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കളൊക്കെ വരും. അങ്ങനെ ഈ നാട്ടിലെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ സ്വന്തമായിട്ട് ഒരു വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ള ചില മുഖങ്ങൾ തീർച്ചയായിട്ടും നമ്മളെയും സ്വാധീനിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ, കൊണ്ടുവരുമോ? അല്ല, അത് നമ്മൾ ചെയ്യുന്ന സിറ്റ്കോംസിൽ പ്രത്യേകിച്ച് അളിയൻസിലൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ പരിചയക്കാരും അല്ലെങ്കിൽ നമ്മൾ കണ്ട കഥകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് കഥാപാത്രങ്ങൾ. ഓക്കെ. അല്ല, ഞാൻ ചോദിച്ചത് അവരെ അഭിനയിക്കാനായിട്ടുള്ള ഒരു ഇതിലേക്ക്, കാരണം വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്ര സൃഷ്ടി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് പേരെ അങ്ങനെ ചെയ്യും. നമ്മൾ കൂടുതലും ഈ ഇതിനകത്ത് ഈ അളിയൻസ് അല്ലെങ്കിൽ ലേഡീസ് റൂമൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പരിചയക്കാര് അല്ലെങ്കിൽ അങ്ങനെ വലുതായിട്ട് അഭിനയിച്ചിട്ടില്ലാത്ത ആൾക്കാരെ കൊണ്ടൊക്കെ അഭിനയിപ്പിക്കുക. അപ്പോൾ അതൊരു രസമാണ് ശരിക്കും. അത് അവരൊന്ന് പെർഫോം ചെയ്യുമ്പോഴേ ഫ്രഷ് ആയിട്ടൊരു ഇത് കിട്ടുകയും ചെയ്യും. തീർച്ചയായിട്ടും. ശരിക്കും ഈ 3 വർക്കുകൾ ഒരുമിച്ച് ചെയ്യുകയാണ്. അപ്പം ഇതിൽ ഏതാണ് പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. എന്നിരുന്നാലും ചോദിക്കുകയാണ്, ഏതാണ് കൂടുതലും ഇത് ഈ പറയുന്ന പോലെ? എല്ലാം ഒരുപോലെ തന്നെയാണ്. എല്ലാം നമ്മൾ തന്നെ ചെയ്യണതും നമ്മൾ തന്നെ കഥയുണ്ടാക്കി അങ്ങനെ ചെയ്യുന്നതല്ലേ. എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ സുരഭിയും സുഹാസിനി എന്ന് പറയുന്ന ഒരു വർക്ക്, മല്ലിക സുകുമാരന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കാരണം നമ്മൾ കേട്ടിട്ടുണ്ട് പുള്ളിക്കാരിയൊക്കെ ഇന്റർവ്യൂസിലൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതുപോലെ തന്നെയാണ് ലൊക്കേഷനിൽ ഒരു പ്രസ്ഥാനമാണ്. അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രിപ്റ്റ് രാവിലെ ചെല്ലുമ്പോൾ ഒരു കൃത്യം പറയുന്ന സമയത്ത് തന്നെ എത്തും. ഈ പറഞ്ഞതുപോലെ കൃത്യസമയത്ത് വരും. ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാക്കാത്ത ഒരു ആർട്ടിസ്റ്റാണ്. പ്രത്യേകിച്ച് അവർക്ക് വേണമെങ്കിൽ കുറച്ച് ഈ പറഞ്ഞത് നമ്മൾ ബുദ്ധിമുട്ടിക്കാനൊക്കെ ഉള്ള ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ബുദ്ധിമുട്ടിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഒരു രീതിയിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ സ്ക്രിപ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ സ്ക്രിപ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഈ പറഞ്ഞ പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത് ഇവരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പം തന്നെ അവർ കാണാതെ പേജുകളോളം പറയും, കാണാതെ. അതുപോലെയാണ് മല്ലിക ചേച്ചിയെ സംബന്ധിച്ച്. നമ്മൾ ഒരു സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് നോക്കി ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ഈ സീനിലേക്ക് വന്ന 8 പേജുള്ള സീനാണെങ്കിലും ശരി, മല്ലിക ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിക്കത്തേയില്ല. എവിടെയെങ്കിലും ഇട്ട് ഇത് പിടിച്ച് ഫുള്ളായിട്ട് അത് കൃത്യമായിട്ട് പറഞ്ഞ് അത് തീർത്തിരിക്കും. കൂടെ ഉള്ളവർ തെറ്റിച്ചാൽ പോലും മല്ലിക ചേച്ചിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് അത്രയും ഓർമ്മ അത് വായിച്ചാൽ അത് അവരൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഈ 46 വർഷമായി ഇൻഡസ്ട്രി വന്നിട്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആരെയും ബുദ്ധിമുട്ടിക്കാത്തത്. കാര്യം ബുദ്ധിമുട്ടിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഡേറ്റൊന്നും നമ്മളെ കുഴപ്പിക്കാറേ ഇല്ല. കൃത്യമായ ഡേറ്റ് 1 മാസം മുമ്പേ ഞാൻ ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ദിവസം ഞാനില്ലെന്നൊക്കെ 1 മാസം മുമ്പേ നമ്മളോട് പറയും. എന്നെ ശരിക്കും തീരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ലെന്നാണ് ഞാൻ പറയാം. പ്രത്യേകിച്ചും ഇപ്പം റീസെന്റ് ആയിട്ട് പോലും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലാണ് പുള്ളിക്കാരിയുടെ ചില ഇന്റർവ്യൂസിലൊക്കെ പുള്ളിക്കാരി പറയുന്ന ചില മറുപടികൾ. സ്പോണ്ടേനിയസ് ആണ് ആള്. പറയാനുള്ളത് അപ്പൊ തന്നെ ആരാണെങ്കിലും പറയും. അല്ല, അതൊരു ക്യാരക്ടറിലേക്ക് ഇറങ്ങി പറയണമെന്നും വ്യക്തമായി അറിയാം. അത് ഒരാളോട് എങ്ങനെ അത് അവതരിപ്പിക്കണം, എങ്ങനെ ഒരാളോട് എങ്ങനെ പറയണം എന്നൊക്കെ വ്യക്തമായി അറിയുന്ന ആളുമാണ്. അത് വ്യക്തമായി പറയുകയും ചെയ്യും. അപ്പൊ ആ ഒരു ക്യാരക്ടറിലും ആ ഒരു കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അതായത് മല്ലിക ചേച്ചിക്ക് ഒരു ഓഡിയൻസ് ഉണ്ട്. അതെ, മല്ലിക ചേച്ചിയുടെ മെയിനായിട്ട് മല്ലിക ചേച്ചിയുടെ സാരി കാണാനായിട്ട്
അതെ സാരി. കാരണം അത്രയും ആ സീരിയൽ ചെയ്ത സമയത്ത് എനിക്ക് വന്ന് ഒരു എത്രയോ സാരി മേടിച്ചാണ് കേട്ടോ. ഒരു എപ്പിസോഡിന് ഒരു സാരി എന്നുള്ള രീതിയിൽ സാരി മേടിക്കും. സാരി മേടിച്ചിട്ട് അതെല്ലാം വലിയ ചേച്ചിയുടെ സാരി എന്നാണ് ആയിരിക്കും ഇന്നത്തെ സാരിയെ കുറിച്ചിട്ടായിരിക്കും ഒരു 5 കമൻ്റെങ്കിലും എപ്പിസോഡിൽ വരുമ്പോഴത്തേക്ക് അത് ഹൈലൈറ്റ് ആയിട്ട് വരും. ഓക്കെ. ഇപ്പോൾ താങ്കൾ ചെയ്യുന്ന വർക്കിനാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ വേൾഡ് റെക്കോർഡ്സ് ഉൾപ്പെടെ കിട്ടിയ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പുരസ്കാരങ്ങളെ പറ്റി ഒന്ന് പറയാമോ? വേൾഡ് റെക്കോർഡ് കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ഒരേ സമയം ഞാൻ 4 വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ സിറ്റ്കോംസ് എപ്പിസോഡ് ഓരോ മാസം ഏറ്റവും കൂടുതൽ എപ്പിസോഡ്സ് ചെയ്യുന്ന ഡയറക്ടർ എന്നുള്ള രീതിയിലാണ് അന്ന് എനിക്ക് ആ 3 റെക്കോർഡ് കിട്ടിയത്. പിന്നെ റെക്കോർഡ്സ് ഏതൊക്കെയാണെന്ന് കൂടി സാർ ഒന്ന് പറയാമോ? അത് വേൾഡ് യൂണിയൻ റെക്കോർഡ്, പിന്നെ ഏഷ്യ ബുക്ക് റെക്കോർഡ്, ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്. ഓക്കെ. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ്സും 2017, 2021 അലയൻസിനായിരുന്നു അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് അലയൻസിന്റെ ലൊക്കേഷനിലാണ്. എങ്ങനെയാണ് ഏത് ടൈം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഷൂട്ട്? അതായത് ഇപ്പം മോർണിംഗ് ആണെന്നുണ്ടെങ്കിലും വളരെ വെളുപ്പിനെയാണോ അല്ലെങ്കിൽ എങ്ങനെയാണ്? അത് ഇവിടെ അലയൻസ് നമ്മൾ തുടങ്ങുന്ന ഈ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും വന്ന് സ്ക്രിപ്റ്റൊക്കെ വായിച്ച് ഒരു 10 മണി കഴിയും തുടങ്ങാനായിട്ട്. 10 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പൊക്കോളും. പിന്നെ ഒരു മണിക്കൊന്ന് ബ്രേക്ക് ചെയ്ത് പിന്നെ 1 മണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞ് പിന്നെ ഒരു 6:30 മണിയാകുമ്പോൾ കഴിയും. ഓക്കെ. അല്ല, എന്നാലും ഇത് കൺഫ്യൂഷൻ നമുക്ക് മാറാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 3 വർക്ക് ഒരുമിച്ച് നടക്കുകയാണ്. അപ്പം ഇതെങ്ങനെയാണ് ഭാഗിക്കുന്നത്? ഇവിടെ ഓക്കെ ഇത്ര ഷൂട്ട് ഇവിടെ, അല്ലെങ്കിൽ ഇതിന്റെ വർക്ക് ഏത് ദിവസം, അതെങ്ങനെയാണ് ആ ഒരു ഇത് നടക്കുന്നത്? കാരണം ഇതെല്ലാം കണ്ടിന്യൂസ് പോകുന്ന വർക്കുകളായതുകൊണ്ട് പറഞ്ഞാൽ എനിക്കും അറിയില്ല, എങ്ങനെയോ സംഭവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കത് പറയുമ്പോഴാണ് ഞാനിത് നമ്മളിത് എങ്ങനെ ഇത് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അതൊക്കെ പോകുന്നത് ഇതുവരെ ബുദ്ധിമുട്ടുകളില്ലാതെ പോകുന്നതുകൊണ്ട്. പിന്നെ നമ്മൾ കൂടുതലുള്ള അസോസിയേറ്റ് അസിസ്റ്റൻസ് എല്ലാവരും വളരെ വർഷങ്ങളായിട്ട് എല്ലാവരും നമ്മൾ കൂടെ നിൽക്കുന്ന ടെക്നീഷ്യന്മാരാണെങ്കിലും ശരി, എല്ലാവരും സ്ഥിരമായിട്ടൊരു 8 വർഷത്തോളമായിട്ട് നിൽക്കുന്നവരാണ്. ഈ അലിയൻസ് തുടങ്ങിയിട്ട് തന്നെ 2016 തുടങ്ങിയതാണ്. ഇപ്പോൾ 8 വർഷമായി. ഓക്കെ. ഇപ്പം പൊതുവെ നമുക്കറിയാം സീരിയൽ എന്ന് പറയുമ്പോൾ കടലോളം കിടക്കുകയാണ്. നമുക്ക് എല്ലാ ചാനലുകളിലും 10-12 വർക്കുകൾ വെച്ച് നടക്കുന്ന ഒരു സമയത്താണ് ഈ പറയുന്ന പോലെ അതിൽ നിന്ന് വേറിട്ട് ഈ സിറ്റ്കോംസ് എല്ലാം തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ശരിക്കും നമ്മുടെ ഇപ്പൊ റണ്ണിങ് ആയിട്ടുള്ളതല്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു രീതിയിൽ നമ്മുടെ മെഗാ സീരിയലുകൾ കാണുന്നുണ്ടെങ്കിലും എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ രീതിയിൽ പ്രസന്റ് ചെയ്താൽ നന്നായിരുന്നു എന്ന് തോന്നുന്ന സജഷൻസ് ഉണ്ടോ താങ്കൾക്ക്? എനിക്ക് നേരെ തിരിച്ചാണ് തോന്നിയിട്ടുള്ളത്. അതായത് ഈ സീരിയൽസ് കാണുന്ന ഞാൻ ഏകദേശം എല്ലാ പ്രോഗ്രാംസും കാണും. ടി വിയിൽ വരുന്ന ഏകദേശം എല്ലാ പ്രോഗ്രാംസും സീരിയലൊക്കെ ഞാൻ കാണുന്ന സമയത്ത് നമുക്കിഷ്ടപ്പെട്ട വ്യത്യസ്തമായിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം, അല്ലെങ്കിൽ നമുക്ക് ഇത് വ്യത്യസ്തമാണെന്ന് തോന്നിയ സംഭവങ്ങളെല്ലാം ഫ്ലോപ്പായിട്ടേ ഉള്ളൂ. സീരിയലിനെ സംബന്ധിച്ച് സ്ഥിരമായിട്ട് അതിൻ്റെതായ ഒരു ഫോർമുലയുണ്ട്, ഒരു പാറ്റേൺ, അതിനൊരു ആ രീതിയിൽ വരുന്ന സീരിയലുകളേ ഉള്ളൂ. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും, കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സീരിയലുകളുടെ എല്ലാം കഥ ഒന്നായിരുന്നു, അല്ലെങ്കിൽ 2-3 കഥയാണ് ഇവിടെ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. ആ കഥ നമ്മൾ എത്ര ആലോചിച്ചാലും ആ കഥ തന്നെ ആയിരിക്കും. അത് നമുക്ക് തോന്നുന്നതാണ്, ചെറിയ വ്യത്യാസങ്ങൾ, ചില കഥാപാത്രങ്ങളുടെ വ്യത്യാസങ്ങൾ മാറുന്നേ ഉള്ളൂ. ഇനിയും നമ്മൾ വേറൊരു സീരിയൽ അടുത്ത് വരുന്ന സമയത്ത് ഇതേ കഥ വെച്ച് തന്നെ ആയിരിക്കും വരുന്നത്. അതിന് ചില ഘടകങ്ങളുണ്ട്, അതൊക്കെ തന്നെയാണ് സ്ഥിരമായി ഇവിടെ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തതൊക്കെ സീരിയലിൽ കൊണ്ടുവരാൻ നമുക്ക് പറയാൻ എളുപ്പമുള്ളൂ. പിന്നെ നമ്മുടെ പ്രേക്ഷകർ, എനിക്ക് തോന്നുന്നു സീരിയൽ, മെഗാ സീരിയൽസ് അല്ലെങ്കിൽ സീരിയൽ കാണുന്നതൊക്കെ 45+ ആൾക്കാരാണെന്നാണ് തോന്നുന്നത്. ചെറുപ്പക്കാരൊക്കെ ഈ ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ കൂടുതലും കാണുന്ന ഒരു 45 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് കാണുന്നത്. അവർ സ്വസ്ഥമായിട്ടൊന്ന് കാണുമ്പോൾ അവർക്ക് രസിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞ വലിയ ടെക്നോളജിയോ കാര്യമൊന്നും അമ്മമാർക്ക്, അല്ലെങ്കിൽ അവർക്ക് കാണുമ്പോൾ അവർക്ക് വലിയ ടെക്നോളജിയോ അല്ലെങ്കിൽ ഭയങ്കര മേക്കിങ്ങോ ഒന്നും അവരെ സംബന്ധിച്ചൊരു കാര്യമായിട്ട് തോന്നുന്നു. അവർക്ക് കഥ കൃത്യമായിട്ട് കേൾക്കും. അടുക്കളയിൽ നിൽക്കുമ്പോൾ, ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ കഥ കൃത്യമായിട്ട് കേൾക്കുക. മ്യൂസിക്കിൽ ബിൽഡപ്പ് കേൾക്കുമ്പോഴാണ് ഇവർ വന്ന് നോക്കുന്നത്. മ്യൂസിക്കിൻ്റെ ഒരു ബിൽഡപ്പ് കേൾക്കുമ്പോഴായിരിക്കും ഇവർ വന്ന് ഇങ്ങനെ എത്തി നോക്കുമ്പോൾ ആ സംഭവം ഇവിടെ എന്തോ സംഭവിക്കും, പോയി വീണ്ടും പോയി നിൽക്കും. ഇവർക്കിത് കഥ അറിഞ്ഞ് ഇങ്ങനെ പോയാൽ മതി. പക്ഷെ എനിക്ക് തോന്നുന്നു ന്യൂജൻസ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോണ്ടന്റ് ആണല്ലോ. കാരണം റീൽസ് ഒക്കെ ഇപ്പൊ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനാണെന്നുണ്ടെങ്കിലും റീൽസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ മെയിൻ ആയിട്ട് എടുക്കുന്ന കണ്ടന്റും ഇതാണ്. അപ്പം കാണാതിരിക്കുന്നില്ലെന്ന് നമുക്ക് തീരെയും പറയാനും പറ്റാത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം അലയൻസ് ആണെന്നുണ്ടെങ്കിലും ഇതുപോലുള്ള സിറ്റ്കോംസിനാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ റീലായിട്ട് വരുമ്പോഴത്തേക്ക് അതിന് കുറച്ചും കൂടി സ്വീകാര്യത ഉണ്ട്, അതായത് ചെറുപ്പക്കാർക്കിടയിൽ. അപ്പം അതിനുവേണ്ടി എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എഫേർട്ട് എടുക്കാറുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെയും കൂടി നമുക്ക് വേണം എന്നുള്ളൊരു രീതിയിൽ?
തീർച്ചയായും നമ്മൾ ഓഡിയൻസിനെ കൂടെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ അളിയൻസിൻ്റെ ഇത്രയും നാളുള്ള പ്രേക്ഷകർ കൂടുതലും പ്രവാസികളും നമ്മൾ ഈ കേരളം വിട്ടിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ഇത് കാണുന്നത്. അപ്പോൾ അവർക്ക് എപ്പോഴും ഇതൊരു നൊസ്റ്റാൾജിയ, ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് പോയതുപോലെ തോന്നിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങൾ ആണ് ഇതിനകത്ത് അളിയൻസിൻ്റെ ഓഡിയൻസ്. പിന്നെ ഞാൻ ചെയ്യുന്ന ലേഡീസ് റൂമിൻ്റെ എന്ന് വെച്ചാൽ നേരെ ഇതേ ആൾക്കാരല്ല, തിരിച്ച് കുറച്ചുകൂടെ ചെറുപ്പക്കാരിലേക്കാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇനി സുരഭിയിലേക്ക് വരുമ്പം അത് അതിന്റെ പ്രേക്ഷകർ വേറെയാണ്. ഈ അളിയൻസിന്റെയും ഒക്കെ എല്ലാത്തിനും ഒരു വേറെ വേറെ പ്രേക്ഷകരാണ്. അതെ അതെ അതെ, അവര് അവർക്കനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം തലച്ചിറയാണ് നാട് എന്ന് പറഞ്ഞു, ഫാമിലിയെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? തലച്ചിറയാണ് വീട്. അപ്പോൾ അവിടെയാണ് ഫാമിലിയൊക്കെ, അവിടെയാണ് അമ്മ, വൈഫ്, കുട്ടികൾ എല്ലാവരും അവിടെയാണ്. എങ്ങനെയാണ് ആക്ച്വലി ഈ ഒരു ഫീൽഡ് തെരഞ്ഞെടുത്തത്? ഇപ്പം നേരത്തെ പറഞ്ഞായിരുന്നു കൊട്ടാരൻ വീട്ടിലെ അപ്പൂട്ടൻ പോലുള്ള സിനിമകൾ ഷൂട്ട് ചെയ്ത് കണ്ടപ്പോൾ ഒരു ഇൻസ്പിറേഷനെ പറ്റി പറഞ്ഞായിരുന്നു. എന്നാലും എങ്ങനെയാണ് ഈ ഒരു ട്രാക്കിലേക്ക് വന്നത്? അത് നമ്മൾ ഈ +2 ഒക്കെ കഴിഞ്ഞ് നിന്നപ്പോൾ ഇനി അടുത്ത് എന്തെന്ന് ആലോചിച്ച സമയത്ത് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്, ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് അങ്ങനെ ഡയറക്ഷനൊക്കെ പഠിച്ച്, അങ്ങനെ ശരിക്കും ഞാൻ ഡയറക്ഷൻ അല്ല, അന്ന് അവിടെ ഡയറക്ഷൻ പഠിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് അതിൻ്റെ കോഴ്സ് ചെയ്യാൻ വന്ന സമയത്ത് അവിടെ അന്ന് ഫുള്ളായിരുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ സ്റ്റുഡൻസ് ഈ ഡയറക്ഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പഠിക്കാൻ വന്നത് ആള് കൂടുതലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ക്യാമറ പഠിച്ചത്. ക്യാമറ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നീടാണ് ഡയറക്ഷൻ അസിസ്റ്റൻ്റായിട്ടാണ് പോയത്. ഞാൻ പിന്നെ ക്യാമറയുടെ പുറകിൽ പോയിട്ടില്ല, കൂടുതലും ഞാൻ അസിസ്റ്റൻ്റായിട്ട് പോയി. അങ്ങനെ മൂവീസ് കുറേ മൂവീസിൽ അസിസ്റ്റൻ്റായിട്ട് ചെയ്തു. പിന്നെ സീരിയൽസിലേക്ക് വന്നു, സീരിയൽ കുറേ ചെയ്തു. ഈ റോഡിലേക്ക് ഇങ്ങനെ സംഭവിച്ചു പോകുന്നു. ഓക്കെ, തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്ന ഒരു സ്വപ്നമായിരിക്കാം അല്ലേ? അപ്പോ എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ അത് സിനിമ ചെയ്യാന്നുള്ളത് ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഒരു സിനിമയെങ്കിലും ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ വർക്കിന് വേണ്ടിയിട്ട്, നമ്മൾ ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചിട്ട് ഒരുപാട് വർഷം നമ്മൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടതാണ്. ഒരു എനിക്ക് ശരിക്കും ഞാൻ ഈ ഇൻഡസ്ട്രി വന്നത് ആദ്യത്തെ ഒരു 10-16 വർഷം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഈ 16 വർഷം കഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് കിട്ടിയ കുറച്ച് നല്ല ദിവസങ്ങളും എല്ലാ രീതിയിലും, ഫിനാൻഷ്യലി നമുക്ക് ബാക്കി എല്ലാ രീതിയിലും നമുക്ക് കുറച്ച്, അപ്പോൾ ഇത് കുറച്ച് നാളൊന്ന് കണ്ടിന്യൂ ചെയ്ത് ഒന്നും ബാലൻസ് ചെയ്ത് ഇതൊന്ന് ആസ്വദിച്ചിട്ട് ഇനി അടുത്ത ഇതിലേക്ക് കാലെടുത്ത് വെക്കാം എന്നുള്ള കാര്യം. നമ്മൾ ഇത് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇനി വീണ്ടും പഴയ അവസ്ഥയിലോട്ട് പോകുന്നുള്ളൊരു ഭയം. അതെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ഓക്കെ, ഇപ്പം സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയൽസും ചെയ്തിട്ടുണ്ട്, ഇപ്പൊ സിറ്റ്കോംസും ചെയ്യുന്നുണ്ട്. അപ്പം രണ്ടിലും ചെയ്യുമ്പോഴത്തേക്കും ഏതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹാപ്പി ആയിട്ട് തോന്നുന്നത് ഏത് ടൈപ്പ് ചെയ്യുമ്പോഴാണ്? അത് ഓരോന്നിനും ഓരോ രീതിയാണ്, രണ്ടും സന്തോഷം തന്നെയാണ്. പിന്നെ ഈ സിറ്റ്കോമിനെ സംബന്ധിച്ച് കുറച്ച് ആർട്ടിസ്റ്റുകളുടെ ഇൻവോൾവ്മെന്റ് കുറച്ചുകൂടെ കൂടുതൽ വേണം. അപ്പോൾ അവർ കഥയിലേക്ക് ഇറങ്ങി അവർ ഈ എപ്പിസോഡിന്റെ കഥ മൊത്തം അറിയണം, ഈ എപ്പിസോഡിൽ എന്ത് പറയണം എന്നറിയണം, ഈ സീനിൽ എന്ത് പറയണം എന്നൊക്കെ വ്യക്തമായി അറിയുന്ന ആളുകൾ ആണ് ഇപ്പോൾ സിറ്റ്കോമിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ശരിക്കും റിലാക്സ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ജോലി സിറ്റ്കോംസ് ആണ്. സീരിയൽ നമുക്ക് കുറച്ചുകൂടെ ഡയറക്ടറിന് കുറച്ചുകൂടെ ജോലി, ടെക്നിക്കലി കുറച്ചുകൂടെ കൂടുതൽ ടെൻഷൻസും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഓക്കെ, ഈ നമ്മളിപ്പോൾ ഈ കോസ്റ്റ്യൂം വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീരിയലിൽ ഏറ്റവും കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് കോസ്റ്റ്യൂംസ്, പ്രത്യേകിച്ചും ഈ പറയുന്ന പോലെ സ്ത്രീകളുടെ കോസ്റ്റ്യൂംസ്. അപ്പം ഒരു സിറ്റ്കോമിലേക്ക് വരുമ്പോഴത്തേക്കും ആ പ്രോബ്ലം വലുതായിട്ട് ഇല്ല. അപ്പം അങ്ങനെ അത് ചെയ്യാൻ പറ്റത്തില്ല. അത് സിറ്റ്കോംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കഥ പോലെ തോന്നിക്കണ്ടേ? അതെ അതെ. അപ്പം മറ്റേത് അങ്ങനെ സാരി കാണാനും കോസ്റ്റ്യൂം കാണാനും ഉള്ള ആളുകൾ, അതാണ് കുറേ ഓഡിയൻസ് അങ്ങനെയുണ്ട്. അതിൻ്റെ കോസ്റ്റ്യൂംസും ഓർണമെന്റ്സും ഒക്കെ കാണാനായിട്ട് കുറേ ഓഡിയൻസ്. ഇവിടെ പിന്നെ നമ്മൾ അങ്ങനെ ഇടാൻ പറ്റത്തില്ല. വീട്ടിൽ നൈറ്റ് ഇട്ട് തന്നെ നിൽക്കണം, എങ്കിലേ അവരുടെ വീട്ടിൽ നടക്കുന്ന കഥ പോലെ തോന്നിക്കുള്ളൂ. എന്തായാലും ഈ ഒരു ബിസി ഷെഡ്യൂളിന്റെ ഇടയിൽ നമുക്കറിയാം 3 വർക്കൊക്കെ കണ്ടിന്യൂസ് നടക്കുന്ന ഒരാളുടെ തിരക്ക് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ബിസി ഷെഡ്യൂളിന്റെ ഇടയിൽ സീരിയൽ ടുഡേക്ക് വേണ്ടി ഇത്രയും സമയം തന്നതിൽ വളരെ നന്ദി ചേട്ടാ. അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. തീർച്ചയായിട്ടും അടുത്തൊരു ഇന്റർവ്യൂ താങ്കളുടെ സിനിമയെ കുറിച്ചാകട്ടെ എന്ന് ആശംസിക്കുന്നു.